റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ അബ്ദുൽ ഹക്കീം നദീവി സാഹിബ്, ആദരണീയനായ ഉദ്ഘാടകൻ ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ അസിസ്റ്റൻ്റ് അമീർ മൗലാന വലിയുള്ള സഈദി ഫലാഹി സാഹിബ്, ഈ സമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രഭാഷണം നിർവഹിക്കുന്ന ജമിയത്തുൽ ഉലമാ ഹിന്ദ് കേരള സംസ്ഥാന സെക്രട്ടറി ഉവൈസ് അമാനി നദ്വി സാഹിബ്, റഹ്മ ബി സാഹിബ, വേദിയിൽ ഉപവിഷ്ടരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സമാദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കലാം, വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നിടത്ത് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് അംഗീകാരം നേടിയ, വിജയം നേടിയ ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിൽ ആദ്യമേ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ചടങ്ങിൽ സ്ത്രീകൾക്ക് മാത്രമാണ് അവാർഡ് വാങ്ങാനും നൽകാനും ഭാഗ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, മുഴുവൻ മനുഷ്യ സമൂഹത്തിനു വേണ്ടിയാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ തവണ ഖുർആൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഇതുപോലെയുള്ള അവാർഡ് ദാന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തപ്പോഴും ഞാൻ കാസർഗോഡ് വെച്ചിട്ടായിരുന്നു അത് നടന്നത്. അന്നും അധിക അംഗീകാരവും നേടിയെടുത്തത് സ്ത്രീകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരോട് അടുത്ത തവണയെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രതിനിധി ഇതിൽ നിന്നുണ്ടാവണം എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആൻ ഇന്ന് പഠനം വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആനിൻ്റെ സാക്ഷരത, ഖുർആൻ സാക്ഷരത എന്ന് പറയുന്നത് ആബാലവൃദ്ധ ജനങ്ങൾ ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമതായി, വിശുദ്ധ ഖുർആനിൻ്റെ പഠനം അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ പഠനം അനിവാര്യമാകുന്നത് എന്ന് ചോദിച്ചാൽ, സങ്കീർണമായ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയാണ് മുസ്ലിം സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സങ്കീർണമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കാനും അതിജീവിക്കുവാനും മുസ്ലിം സമുദായത്തിന് സാധ്യമാകണമെങ്കിൽ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിലല്ലാതെ അത് സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഖുർആനിനെ നെഞ്ചേറ്റിക്കൊണ്ട് മാത്രമേ പുതിയ കാല വെല്ലുവിളികളെ മുസ്ലിം സമുദായത്തിന് നേരിടാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. കാലഘട്ടത്തിൻ്റെ അതീതമായി എല്ലാ കാലത്തേക്കുമുള്ള, എല്ലാ ജനവിഭാഗത്തിലേക്കുമുള്ള വേദഗ്രന്ഥമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്തിനു വേണ്ടി എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വേദഗ്രന്ഥം നാം ഇറക്കിയിരിക്കുന്നത് ഒരു ജനവിഭാഗത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വ ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്ന മാസമാണ് റമദാൻ. എന്തിനു വേണ്ടി? ഒരു ജനവിഭാഗത്തിന്, ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഹിദായത്തായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചന മാനദണ്ഡമായി കൊണ്ടുകൂടിയാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കാനും അതിജീവിക്കുവാനും ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്ന ഈ വേദഗ്രന്ഥത്തിൽ ആഴത്തിലുള്ള വിജ്ഞാനം നേടിയെടുക്കുവാൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. സമകാലിക മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി എന്ത് എന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം. നാം അതിൻ്റെ തീക്ഷണമായ
പരീക്ഷണത്തിൻ്റെ തലത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എടുത്തെറിയപ്പെട്ടിട്ടില്ല എങ്കിലും രംഗം അങ്ങോട്ടാണ് രൂപപ്പെട്ടു വരുന്നത് എന്നത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് വംശീയതയാണ്. ഈ കാലഘട്ടത്തിൽ ലോകത്ത് തന്നെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി വംശീയതയാണ്. മുസ്ലിങ്ങൾ മ്യാൻമറിലായാലും അതുപോലെ തന്നെ ഫലസ്തീനിലായാലും യൂറോപ്യൻ രാജ്യങ്ങളിലായാലും നമ്മുടെ രാജ്യമായ ഇന്ത്യ രാജ്യത്തായാലും മുസ്ലിം സഹോദരങ്ങളിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ വംശീയതയാണ്. ഈ വംശീയതയെ ഐഡിയോളജിക്കലായി അഭിമുഖീകരിക്കാനുള്ള ആശയപരമായ ശേഷിയുള്ള ദർശനം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും യാതൊരു സംശയവും ഉണ്ടാകേണ്ടതില്ല, അത് വിശുദ്ധ ഖുർആനാണ്. അഥവാ മനുഷ്യർക്കിടയിൽ വംശീയതയുടെ അടിസ്ഥാനത്തിൽ വിഭജനം കൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് മനുഷ്യ സമൂഹത്തിൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് മനുഷ്യരെ ഒന്നായി കാണുന്ന ദർശനം ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അർത്ഥം ഞാൻ പറയുന്നില്ല, സമയക്കുറവ് കാരണം നമുക്കെല്ലാവർക്കും അർത്ഥം അറിയാവുന്ന കാര്യമാണ്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ മഹത്വത്തെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ഉദ്ഘോഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന റബ്ബക്കും വാഹിദുൻ ഇന്ന അബാക്കും വാഹിദുൻ. 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്തോട് വിട പറയുന്ന പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ഒരു ജനവിഭാഗത്തോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വളരെ കൃത്യമായ പ്രഖ്യാപനമാണ്, പ്രഭാഷണത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഇന്ന റബ്ബക്കും വാഹിദുൻ, നിങ്ങളുടെ നാഥൻ ഒന്നാണ്. ഇന്ന അബ്ബാക്കും വാഹിദു, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. നിങ്ങളുടെ നാഥൻ ഒന്നാണ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ് എന്ന് പറയുന്ന ഏറ്റവും പുരോഗമനപരമായ മനുഷ്യൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന മറ്റൊരു ദർശനത്തെ ലോകത്ത് നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. അതുകൊണ്ട് സമകാലിക വെല്ലുവിളി നേരിടുന്നിടത്ത് ആശയപരമായ കരുത്തുള്ള ദർശനം ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാം എന്നതല്ലാത്തൊരു മറുപടി നമുക്ക് നൽകുക സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഫലസ്തീനിലെ ഗസ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫലസ്തീൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു അതിജീവനത്തിൻ്റെ കഥയാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും അവസാനം 100 ദിനം പിന്നിടുകയാണ്. ഏത്? തൂഫാനുൽ അഖ്സ എന്ന് പറയുന്ന ഹമാസിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യക്കെതിരെയുള്ള അതിജീവന പോരാട്ടം ഏതാണ്ട് ഒരു 100 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ തൂഫാനുൽ അഖ്സ അല്ലെങ്കിൽ ഗസ എന്ന് പറയുന്നത് ഫുർഖാനായി മാറിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. യജ്അൽ ലക്കും ഫുർഖാന, സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയുന്ന ലോകത്തിൻ്റെ കണ്ണാടിയായി ഇന്ന് ഗസ മാറിയിരിക്കുകയാണ്. യൂറോ കേന്ദ്രീകൃതമായ പാശ്ചാത്യൻ നാടുകൾ ലോകത്ത് അവതരിപ്പിച്ചത് അല്ലെങ്കിൽ അവരെ പ്രതിഷ്ഠിച്ചത് അവർ സമാധാനത്തിൻ്റെ വക്താക്കളാണ്, അവർ ജനാധിപത്യത്തിൻ്റെ വക്താക്കളാണ്, അവർ മതേതരത്വത്തിൻ്റെ വക്താക്കളാണ്, അവർ പരിഷ്കരണത്തിൻ്റെ മുന്നണി പോരാളികളാണ്, അവർ ഏറ്റവും കൂടുതൽ പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്ന ഒരു സംസ്കൃതിയുടെ വക്താക്കളാണ്. പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ നിന്ന് ഈ ഗസ വളരെ തുറന്ന സ്വഭാവത്തിൽ, ഫുർഖാൻ എന്ന സ്വഭാവത്തിൽ അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഹിംസാത്മകതയെ, അതുപോലെ തന്നെ മൃഗീയതയെ, അതോടൊപ്പം തന്നെ അവരുടെ മനുഷ്യത്വ വിരുദ്ധമായ പ്രാകൃത സ്വഭാവത്തെ വളരെ സുന്ദരമായി ഗസ ഇന്ന് ലോകത്തിൻ്റെ മുമ്പാകെ തുറന്നു കാണിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1,000 ലക്ഷം ജനങ്ങളെ അവർ കൊന്നൊടുക്കിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ആയുധമുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഖുർആനിൽ ഊന്നി നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനത ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് അതിജീവിക്കാനും അതിജയിക്കാനും ആയുധം പോരാ എന്ന ഉജ്ജ്വലമായ സന്ദേശമാണ്. ആയുധം കൊണ്ട് ഒരു ജനതയെ കീഴടക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ആയുധപ്പുരക്ക് കാവൽ നിൽക്കുന്ന ഇസ്രായേലിനത് കഴിയേണ്ടിയിരുന്നോ? ആയുധപ്പുരക്ക് കാവൽ നിൽക്കുന്ന അമേരിക്കക്ക് അത് കഴിയേണ്ടിയിരുന്നോ? ലോകത്തെ സഖ്യകക്ഷികളിൽപ്പെട്ട ബ്രിട്ടനും ഫ്രാൻസിനും അത് കഴിയേണ്ടിയിരുന്നോ? പക്ഷേ ഈ പറയുന്ന ആയുധപ്പുരക്ക് കാവൽ നിൽക്കുകയും ലോകത്ത് മുഴുവൻ ആയുധ കച്ചവടം നടത്തുകയും ചെയ്യുന്ന സഖ്യകക്ഷികൾ ഒറ്റക്കെട്ടായി 100 ദിനത്തോളം തീ ബോംബ് വർഷിച്ചതിന് ശേഷവും ഇന്നും ഗസയുടെ മണ്ണിൽ ഒരു തലമുറയെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ തലമുറ ജീവിക്കുന്നത് നെഞ്ചിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഉജ്ജ്വലമായ ആശയത്തെ നെഞ്ചേറ്റിക്കൊണ്ടാണ്. എന്താണ് അവരുടെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അവരുടെ കുട്ടികളെ കണ്ടിട്ടില്ലേ?
കണ്ടിട്ടില്ലേ? നിങ്ങൾ അവരിലെ മുതിർന്നവരെ കണ്ടിട്ടില്ലേ? ഖാലിദ് മിഷേലിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വിശുദ്ധ ഖുർആനാണ് അവരുടെ ആവേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അബൂ ഉബൈദയുടെ പ്രഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വിശുദ്ധ ഖുർആനാണ് അവരുടെ ആവേശം എന്ന് പറയുന്നത്. വലാ തഖിനു വലാ തഖ്സനു വഅൻതുമുൽ അഗ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ യംസസ്കും കർഹുൻ ഫഖദ മസ്സൽ ഖൗമ കർഹും മിസ്ലഹു വതിൽകൽ അയ്യാമ അയ്യാമു ദാവിലുഹാ ബൈനൻ നാസ് വലിയഅലമല്ലാഹു അല്ലദീന ആമനു വയത്തഖിദ മിൻകും ശുഹദാ വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. ഉഹദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം വളരെ സുന്ദരമായി ഈ കാലഘട്ടത്തോട് ആ ജനത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 100 ദിനത്തോളം തീ ബോംബ് വർഷിച്ച് എല്ലാ കോൺക്രീറ്റ് സൗധങ്ങളും തകർന്നടിഞ്ഞ കോൺക്രീറ്റിൻ്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്ന തുറന്ന മൈതാനിയിൽ നിങ്ങൾ കുട്ടികളെ കാണില്ലേ? കുട്ടികൾ ചിരിച്ചു കളിച്ച് നടക്കുന്നു, അവർ പാട്ട് പാടുന്നു, അവർ സംസാരിക്കുമ്പോൾ മീഡിയകളോട് പോലും കൊച്ചുകുട്ടികൾ സംസാരിക്കുമ്പോൾ അവരുടെ അധരങ്ങളിൽ നിന്ന് രക്തമണികളെ പോലെ ഉതിർന്നു വീഴുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ വാചകങ്ങളാണ്. ഒരു ജനതയെ എങ്ങനെയാണ് ഒരു ഖുർആൻ ഇച്ഛാശക്തി ഉള്ളവരാക്കുന്നത് എന്ന് ചോദിച്ചാൽ ലോകത്തിന് മുമ്പിൽ നമുക്ക് തുറന്ന കണ്ണാടിയിലൂടെ കാണാൻ കഴിയുന്ന ഗസ്സയാണ് അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം എന്ന് ഞാൻ പറയും. ഹിന്ദുത്വ വംശീയതക്ക് നമ്മുടെ രാജ്യം വെള്ളവും വളവും നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മുമ്പിലും ഒന്നാമത്തെ പാഠപുസ്തകം ഗസ്സയാണ് എന്നുണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് വംശീയത അതേപോലെ തന്നെ വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ജൂത വംശീയതയുടെ അതേ ചുവടൊപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഈ ഹിന്ദുത്വ വംശീയത ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്കതിൻ്റെ എല്ലാ ചരിത്ര പശ്ചാത്തലവും അറിയാവുന്നതാണ്. അവർ ബ്രാഹ്മണിക് ഹെജമണിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഹിന്ദുത്വ വംശീയത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ് റിപ്പബ്ലിക് ഡേയുടെ 2 ദിവസം മുമ്പ് ജനുവരി 22 അങ്ങ് ഫൈസാബാദിൽ, ഞാൻ ഫൈസാബാദ് എന്ന് ബോധപൂർവം തന്നെയാണ് പറയുന്നത്, അങ്ങ് ഫൈസാബാദിൽ യഥാർത്ഥത്തിൽ പ്രാണപ്രതിഷ്ഠാ ദിനത്തോടുകൂടി ഗവൺമെൻറ് നിർവഹിച്ചിരിക്കുന്നത്. 500 കൊല്ലത്തോളം ഒരു ജനത ആരാധന നിർവഹിച്ച ഏകദൈവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടല്ല പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായി നിരീക്ഷണം നടത്തിയ, അത്തരത്തിൽ ക്ഷേത്രത്തിൻ്റെ ഒരു തെളിവും കൃത്യമായി കണ്ടെത്താൻ കഴിയാത്ത, പള്ളി തകർക്കപ്പെട്ടത് ക്രിമിനൽ പ്രവർത്തനമാണ് എന്ന് വരെ സുപ്രീം കോടതി നിരീക്ഷിച്ച ആ മണ്ണിലാണ് രാമക്ഷേത്രം ഉയർത്തപ്പെട്ടത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഹൈന്ദവ പുരോഹിതന്മാരാണ്. അമ്പലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. രാജ്യം എവിടേക്കാണ് പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല സൂചനയാണ് നമ്മുടെ മുമ്പിൽ വ്യക്തമാകുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറയുന്നത്, അവിടെ നടന്ന പ്രഭാഷണത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? ദേവന്മാരിൽ നിന്ന് ദേശത്തിലേക്ക്. ഒരു പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഘട്ടത്തിൽ നടത്തുന്ന പ്രഭാഷണമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദേവന്മാരിൽ നിന്ന് ദേശത്തിലേക്ക്, രാമനിൽ നിന്ന് രാമരാഷ്ട്രത്തിലേക്ക് ഒരു പുതുയുഗ പിറവിക്ക് നാന്ദി കുറിക്കുകയാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു. ഇത്തരമൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കുള്ള രണ്ടാമത്തെ ചുവടുവെപ്പാണ് അവർ ആഗ്രഹിക്കുന്നത്. ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം അധികാരാരോഹണത്തിൻ്റെ വഴിയായിരുന്നുവെങ്കിൽ പ്രാണപ്രതിഷ്ഠാ ദിനം എന്ന് പറയുന്നത്, രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് അവരാഗ്രഹിക്കുന്ന ഒരു ഏകശിലാ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും രൂപീകരണത്തിനാണ് അവരാഗ്രഹിക്കുന്നത്. ഇതിൻ്റെ മുമ്പിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പകച്ചു നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഗസ്സ നമ്മുടെ മുമ്പിൽ തുറന്ന പുസ്തകമാണ്. വിശുദ്ധ വേദഗ്രന്ഥത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ഈ കാലഘട്ടത്തെ നേരിടുവാൻ നമുക്ക് സാധിക്കണം എന്നതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ കീഴിലാണെങ്കിലും അല്ലെങ്കിലും ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ആരാധനാ മനോഭാവത്തിൽ മാത്രമല്ല, ആത്മവിശ്വാസത്തോടു കൂടി ഒരു ജനതക്ക് തങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വ നിർവഹണത്തിന് ശേഷി നേടിയെടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് നാം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഇൻ ഇല്ലാ അയ്യഖൂലു റബ്ബുനല്ലാഹ് വലൗലാ ദഫ്ഉല്ലാഹി നാസ് ബഅ്ളുഹും ബിബഅ്ളിൻ ലഖുദ്ദിമത് സവാമിയുൻ വബിയഉൻ വസലവാത്തുൻ വമസാജിദു യുദ്കറു ഫീഹി ഇസ്മുല്ലാഹി കസീറാ വല യൻസുറന്നല്ലാഹു മൻ യൻസുറുഹു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. എത്ര സുന്ദരമായിട്ടാണ് ഈ സാമൂഹ്യാവസ്ഥയെ, ഈ രാഷ്ട്രീയാവസ്ഥയെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. അതാണ് ഖുർആനിൻ്റെ പ്രത്യേകത, അതാണ് ഖുർആനിൻ്റെ സമകാലികത. ആ സമകാലികതയാണ് ഖുർആനിൻ്റെ അമാനുഷികത. ഞാൻ അതിലേക്ക് പിന്നീട് വരുന്നുണ്ട്. ഒരൊറ്റക്കാരൻ ഞാൻ പറയുന്നത്, ഈ സന്ദർഭത്തെ ഖുർആൻ വിശദീകരിക്കുന്നു. അഥവാ ശാക്തിക സന്തുലനം ഒരു സമൂഹത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ശാക്തിക
ശാരീരിക സന്തുലനം ഒരു സമൂഹത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലഖുദ്ദിമത്ത് സവാമിയുൻ വബീവൻ വസലവാത്തൻ, അഥവാ അങ്ങനെ വന്നാൽ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടും, ചർച്ചുകൾ തകർക്കപ്പെടും, സനഗോഗുകൾ തകർക്കപ്പെടും, അള്ളാഹുവിൻ്റെ നാമം അനുസ്മരിക്കപ്പെടുന്ന മസാജിദുകൾ തകർക്കപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്താണ് ഖുർആൻ നിരീക്ഷിച്ചത്? അതാണ് സന്തുലിതത്വം നഷ്ടപ്പെട്ട സമകാലിക ഇന്ത്യയിൽ, അഥവാ മറുഭാഗമില്ലാത്ത സമകാലിക ഇന്ത്യയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ആ ആയത്ത് അവസാനിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ സഹായികൾ വന്നാൽ അള്ളാഹു തീർച്ചയായിട്ടും അവരെ സഹായിക്കും. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, രാജാധിരാജൻ ഇതിനേക്കാളെല്ലാം കരുത്തുള്ളവനാണ് എന്ന സത്യവിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അടുത്ത വിശുദ്ധ ഖുർആനിലെ ആയത്ത് ബാബരി മസ്ജിദ് അല്ല, മസ്ജിദിന്റെ ധ്വംസനത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ മസ്ജിദുകൾ, അള്ളാഹുവിന്റെ മസാജിദുകൾക്ക് തടസ്സെട്ടിക്കുന്നവരാരാണ്? അതിനേക്കാൾ വലിയ അക്രമിയാരാണ്? അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് തടയിടുന്നവനാരാണ്? അതുപോലെ തന്നെ അതിന് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്നതിന് തടയിടുന്നവരാരാണ്? അവിടം കൊണ്ട് തീർന്നില്ല. അത് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാരാണ്? അള്ളാഹുവിന്റെ പള്ളി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാരാണ്? അവർ ഭയപ്പാടോടുകൂടിയല്ലാതെ അതിലേക്ക് പ്രവേശിക്കുകയില്ല. ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ 3 കിലോമീറ്റർ അപ്പുറത്താണ് പ്രാണപ്രതിഷ്ഠ നടന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ മണ്ണ് തൊടാൻ എന്തോ ഒരു ഭീതി നിലനിൽക്കുന്നു എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട കാര്യം, ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലഹും ഫി ദുനിയാ ഖിദ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. നമ്മൾ അതിനാണ് ഭയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവർക്ക് ദുനിയാവിൽ നിന്ദതയാണ് വരാൻ പോകുന്നത്, ആഖിറത്തിൽ അവർക്ക് ശിക്ഷയാണ് വരാനിരിക്കുന്നത് എന്ന്. ഇത് മസ്ജിദുൽ ഹറാമിനെ കുറിച്ച് പറഞ്ഞതാണ്. ഞാൻ പറയുന്നു, ഈ ആയത്ത് എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാമിന് ബാധകമാണ് എങ്കിൽ അത് മസ്ജിദുൽ അഖ്സക്കും ബാധകമാണ്. അത് ലോകത്ത് തകർക്കപ്പെടാൻ ആരെങ്കിലും ഏതെങ്കിലും പള്ളി ലക്ഷ്യം വെച്ചിട്ടുണ്ട് എങ്കിൽ അത് ബാബരി മസ്ജിദിനും ബാധകമാണ്, അത് ഗ്യാൻവാപി മസ്ജിദിനും ബാധകമാണ് എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വംശീയമായ ഉന്മൂലനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഒരു ജനതയെയും നമുക്ക് ഉന്മൂലനം ചെയ്യുക സാധ്യമല്ല. ചരിത്രത്തിലെ പ്രവാചകന്മാരെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, 2 പ്രവാചകന്മാരെ കുറിച്ച് ഞാൻ പറയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അധസ്ഥിത ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന 2 പ്രവാചകന്മാരല്ലേ? ഈ 2 പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ ജീവചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിണറ്റിൽ നിന്നാണ് കിട്ടുന്നത്, അടിമയായിട്ടാണ് വളർന്നു വരുന്നത്. മാത്രമല്ല കുറ്റാരോപിതനായിട്ടാണ് കൊട്ടാരത്തിൽ അദ്ദേഹം ജയിലിലടക്കപ്പെടുന്നത്. പക്ഷേ ആ യൂസുഫ് നബി അലൈഹി സ്വലാം അതിനെയൊക്കെ താണ്ടിക്കടന്നുകൊണ്ടാണ് ഈജിപ്തിന്റെ അധികാര കേന്ദ്രത്തിലേക്ക് ചുവട് വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോകത്ത് വംശഹത്യയുടെ കൊടിവാഹകനാരാണ് എന്ന് ചോദിച്ചാൽ ഇന്ന ഫിറൗന അലാ ഫിൽ അർളി ലജഅല ഖിലഹാ ശൈഖൻ യസ്തളീഫു ത്വായിഫതൻ യുസബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും. അഥവാ ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തലയറുത്തിട്ടുണ്ടായിരുന്ന ഫറോവ ചക്രവർത്തിയാണ്. ആ ഫറോവ ചക്രവർത്തിയെ വകവരുത്തുന്നിടത്ത്, ആ ഫറോവ ചക്രവർത്തി വളർത്തിക്കൊണ്ടുവന്ന നാഗരികതയെ തകർക്കുന്നിടത്ത് ആ ഫറോവ ചക്രവർത്തി പൂർണ്ണമായി വംശഹത്യ ചെയ്ത ജനവിഭാഗത്തിന്റെ പ്രാതിനിധ്യം നിർവഹിക്കുന്നിടത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നു വരുന്നത് എവിടെയാണ്? ആ ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ, ആ ഫറോവ ചക്രവർത്തിയുടെ മടിത്തട്ടിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വളർത്തിയെടുക്കുന്നത്. ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ മടിത്തട്ടിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വളർത്തിയ അധസ്ഥിത ജനവിഭാഗത്തിൽ നിന്നും വളർന്നു വന്ന അടിമയായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ജയിൽ വാസത്തിന് ശേഷം അധികാരാരോഹണത്തിന് അവസരമൊരുക്കിയ നാഥനിലാണ് നാം വിശ്വസിച്ചിരിക്കുന്നത് എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടാകേണ്ടതാണ്. ഞാൻ പറയുന്നത് ഇതാണ് ഖുർആനിന്റെ പ്രത്യേകത. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ അമാനുഷികതയാണ്, അതിൻ്റെ സമകാലികത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 3 തരത്തിൽ സമകാലികത നമുക്ക് ഖുർആനിൽ ദർശിക്കാവുന്നതാണ്. ഒന്നാമത്തെ സമകാലികത എന്ന് പറയുന്നത് അവസാനം വരെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇന്നാ നഹ്നു നസ്സൽന സിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഖാല
കാലാകാലം വരെ 14 നൂറ്റാണ്ടുകൾക്കിപ്പുറവും, വിശദീകരിക്കാൻ സമയമില്ല, 14 നൂറ്റാണ്ടുകൾക്കിപ്പുറവും വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നത് എന്നത് ഒന്നാമത്തതിൻ്റെ സമകാലികതയുടെ ഒരു ഭാവമാണ്. രണ്ടാമത്തെ സമകാലികതയുടെ ഭാവം എന്ന് പറയുന്നത് വ്യത്യസ്തമായ രാജ്യങ്ങളിലെ ജനവിഭാഗത്തിന് യോജിച്ചതാണ്. ഗസയിലെ ജനതയുടെ പ്രശ്നം ഒന്നാണ്, യൂറോപ്പിലെ ജനതയുടെ പ്രശ്നം ഒന്നാണ്, ഇന്ത്യയിലെ ജനതയുടെ പ്രശ്നം ഒന്നാണ്. പക്ഷേ അതത് രാജ്യത്തുള്ള ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മുമ്പിലുള്ള വളരെ കൃത്യമായ മാർഗനിർദ്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് നൽകി വരുന്നത്. മൂന്നാമത്തെ സമകാലികത എന്ന് പറയുന്നത് സമൂഹത്തിലെ തന്നെ വ്യത്യസ്ത വ്യക്തികളുടെ പ്രശ്നങ്ങളോട് ഖുർആൻ സംസാരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഒന്നാമത്തെ ലൈനിലുള്ള ആളുകളോട് ഞാൻ ചോദിച്ചാൽ, ഒരാൾക്ക് സാമ്പത്തിക പ്രശ്നമായിരിക്കും, ഒരാൾക്ക് സാമൂഹ്യ പ്രശ്നമായിരിക്കും, മറ്റൊരാൾക്ക് കുടുംബ പ്രശ്നമായിരിക്കും. നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കാണുന്നതാണ്. ഇത് ഖുർആനിൻ്റെ ഈ സമകാലികതയാണ്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ അമാനുഷികത എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ഖുർആനിനെ ഒരു ടെക്സ്റ്റായിട്ട് അവതരിപ്പിക്കാത്തത് എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അള്ളാഹുവിനെ ഒന്നിച്ചിറക്കിയാൽ പോരായിരുന്നോ എന്ന് ശത്രുക്കൾ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ ടെക്സ്റ്റായിട്ടല്ല, ഒറ്റ ടെക്സ്റ്റായിട്ടല്ല ഇറക്കിയത്, ഓരോ കോണ്ടെക്സ്റ്റിൽ ടെക്സ്റ്റായിട്ടാണ് ഇറക്കിയത്. അഥവാ മൊമെന്റങ്ങളിൽ അള്ളാഹു ഖുർആൻ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചതെല്ലാം ഓരോ കോണ്ടെക്സ്റ്റിലാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ടെക്സ്റ്റ്, ഈ ഖുർആനിൻ്റെ ടെക്സ്റ്റ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോണ്ടെക്സ്റ്റിലും ഈ ടെക്സ്റ്റ് ബാധകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് സമകാലികത എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന്. നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് അള്ളാഹുമായുള്ള മുനാജാത്ത് എന്ന്. കലാമിൻ്റെയും മുനാജാത്തിൻ്റെയും പ്രത്യേകത എന്താണ്? നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അത് സമകാലികമാകണം, നമ്മൾ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് സമകാലികമാകണം. നമസ്കാരത്തിലായാലും ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമ് നമ്മൾ വായിക്കുമ്പോഴായാലും ആ കാലികത നിങ്ങൾക്ക് ഖുർആനിൽ കണ്ടെത്താൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകന് മനസ്സംഘർഷം ഉണ്ടാകുമ്പോൾ, യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ, വിജയിക്കുന്ന ഘട്ടത്തിൽ, പരാജയപ്പെടുന്ന ഘട്ടത്തിൽ, ഉടമ്പടികളിൽ ഏർപ്പെടുന്ന ഘട്ടത്തിൽ, കുടുംബ വിഷയത്തിൻ്റെ ഘട്ടത്തിൽ, ഉപരോധം ഏർപ്പെടുത്തുന്ന ഘട്ടത്തിൽ, ഇങ്ങനെ വ്യത്യസ്തമായ കോണ്ടെക്സ്റ്റുകളിലാണ് വിശുദ്ധ ഖുർആനിൻ്റെ ടെക്സ്റ്റുകൾ ഇറങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇതൊക്കെ ഈ കാലഘട്ടത്തിന് ബാധകമാണ്. ഈ കാലഘട്ടത്തിൽ ഗസയുടെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ എടുക്കുക, അതുപോലെ തന്നെ ഇന്ത്യൻ വംശീയതയുടെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ എടുക്കുക, ബാബരി മസ്ജിദ് ധ്വംസിക്കപ്പെടുന്ന കോണ്ടെക്സ്റ്റ് നിങ്ങൾ എടുക്കുക. ഏതേത് കാലഘട്ടത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലും വിശുദ്ധ ഖുർആൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൈയൊഴിയപ്പെട്ടോ എന്ന് പ്രവാചകന് തോന്നുന്ന ഘട്ടത്തിലാണ് വല്ലുഹേ വല്ലൈലി ഇദാ സജാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയും. മാ വദ്ദഅക റബ്ബക വമാ ഖലാ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈയൊഴിഞ്ഞിട്ടില്ല. ജീവിതത്തിൻ്റെ എല്ലാ അറ്റവും മുട്ടിക്കഴിഞ്ഞ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുമില്ല, തൂക്കുമരമാണ് നമ്മുടെ മുമ്പിലുള്ളത് എങ്കിൽ നിങ്ങൾ ഈ ആയത്തൊന്ന് ഓതി നോക്കുക. ഞാൻ പറയുന്നു ആ ആയത്ത് എനിക്കുള്ള ആയത്താൻ. അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് അല്ലദീ അൻഖദ ദഹ്റക് വറഫഅനാ ലക ദിക്റക്. ഒരു ഇന്ത്യൻ മുസൽമാൻ ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾക്കിടയിൽ അവൻ ഈ വിശുദ്ധ ഖുർആനിലെ കൊച്ചു സൂക്തം പാരായണം ചെയ്യട്ടെ. അത് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 14 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ അവതരിപ്പിച്ച ഒരു വേദഗ്രന്ഥത്തിൻ്റെ വചനം സമകാലിക സാഹചര്യത്തിൽ എന്നോട് സംവദിക്കുന്ന ആയത്താണ്, എന്നോട് സംസാരിക്കുന്ന ആയത്താണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൻ്റെ അത്തരത്തിലുള്ള ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു എന്നാൽ ആ അർത്ഥത്തിൽ ഈ സന്ദർഭങ്ങളോട് സംവദിക്കുന്നു എന്നത്, സമകാലികതയോട് സംവദിക്കുന്നു എന്നത് വിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഖുർആനിൽ നാഗരികതകളുടെ പതനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. മരന്തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലൻ യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു സഖറ ബിൽ വാദ വഫിറഔന
وأغلقنا ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب. ഇറമ ഗോത്രത്തെക്കുറിച്ച്, ആദ് ഗോത്രത്തെക്കുറിച്ച്, സമൂദ് ഗോത്രത്തെക്കുറിച്ച്, ഫറോവയുടെ ജനതയെക്കുറിച്ച്, ഈ ജനതയെല്ലാം കെട്ടിപ്പടുത്ത അക്രമത്തിൽ അധിഷ്ഠിതമായ, അധർമ്മത്തിൽ അധിഷ്ഠിതമായ നാഗരികതകളെ കുറിച്ച്, അതിൻ്റെ പതനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ആയത്ത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസമാണ്. അധികാരം കൊണ്ട്, അതുപോലെ തന്നെ സേന കൊണ്ട്, സന്നാഹങ്ങൾ കൊണ്ട്, സമ്പത്ത് കൊണ്ട് ഒരു ജനത ശാശ്വതമാകുമായിരുന്നുവെങ്കിൽ ഫറോവ ശാശ്വതമാകേണ്ടിയിരുന്നോ? നമ്രൂദ് ശാശ്വതമാകേണ്ടിയിരുന്നോ? ആദ് ഗോത്രം ശാശ്വതമാകേണ്ടിയിരുന്നോ? സമൂദ് ഗോത്രം ശാശ്വതമാകേണ്ടിയിരുന്നോ? അതുപോലെ തന്നെ ഫറോവ ശാശ്വതമാകേണ്ടിയിരുന്നോ? അപ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു നാഗരികതയുടെ പതനത്തെക്കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നത്, ഈ കാലഘട്ടത്തിലെ അധർമ്മത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ട പുതുനാഗരികത ലോകത്ത് അതിക്രമങ്ങൾ കെട്ടയിച്ചു വിടുന്ന ഘട്ടത്തിൽ നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത്? അതുപോലുള്ള ഒരുപാട് അക്രമത്തിൽ അധിഷ്ഠിതമായ നാഗരികതകൾ ഈ രാജ്യത്ത് തകർന്നടിഞ്ഞ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അന്ന് മുതൽ വിശുദ്ധ ഖുർആൻ ഓരോ ഘട്ടത്തിലും ഓരോ ഘട്ടത്തോട് സംവദിച്ച വേദഗ്രന്ഥമാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായി. അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായ ഘട്ടത്തിൽ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആർക്കാ ഉൾക്കൊള്ളാൻ കഴിയാത്തതോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെയില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വരുമ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ഉറയിൽ നിന്ന് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഊരിപ്പിടിച്ച വാളുമായി നിന്നിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആരാണ് എൻ്റെ റസൂൽ വഫാത്തായി എന്ന് പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ട റസൂൽ വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവനെ ഈ വാൾ കൊണ്ട് ശരിപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. ആ ഘട്ടത്തിൽ മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം ഉൾക്കൊള്ളാതെ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന സഹാബാക്കൾ അന്താളിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ കടന്നു വന്നിട്ട് ഓതുന്ന ഒരായത്തുണ്ട്. ആയത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅ വസയജിസില്ലാഹു ശാകിരീൻ. എത്ര സുന്ദരമാണ് ആയത്ത്. ആ ആയത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ വന്ന ആ ആയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊരു പ്രവാചകൻ മാത്രമാണ്. മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ പോലെയുള്ള ഒരു പ്രവാചകൻ മാത്രമാണ്. അദ്ദേഹം മരണപ്പെടാം, അദ്ദേഹം വധിക്കപ്പെടാം. അത് കണ്ടിട്ട് ആരെങ്കിലും പിറകോട്ട് പോയി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ഉപദ്രവം വരുത്താൻ അവർക്ക് കഴിയില്ല. ഈ ആയത്തിനെ കുറിച്ച് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്ന അർത്ഥം എന്താണെന്ന് അറിയാമോ? ഞാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ ആയത്ത് ഓതിയപ്പോൾ എനിക്ക് തോന്നിപ്പോയി ആ ആയത്ത് ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇറങ്ങിയതാണ് എന്ന്. ഇത് ഖുർആനിൻ്റെ പ്രത്യേകതയാണ്. ഇത് ഖുർആനിൻ്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ച് ഉഹദ് യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരായത്ത് ഒരു സന്ദർഭത്തോട് അത് സംവദിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ, സമകാലിക ജീവിതത്തിലെ കോണ്ടെക്സ്റ്റുകളോട് സംവദിക്കുന്ന സംവേദനക്ഷമതയുള്ള ടെക്സ്റ്റാണ് വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ ടെക്സ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത് അലങ്കാരത്തിനുള്ളതല്ല, അത് ആലേഖനം ചെയ്യാനുള്ളതല്ല, അത് ഓതാൻ മാത്രമുള്ളതല്ല. അതൊരു ജനതയെ പരിവർത്തിപ്പിക്കുവാനും ആ ജനതയെ മുന്നോട്ട് നയിക്കാനുമുള്ളതാണ്. ഒരു ജനതയ്ക്ക് വഴിമുട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് സുന്ദരമായ വഴി നിർണയിച്ചു കൊടുക്കാനാണ്, വഴിയല്ല ഒരുപാട് വഴികൾ തുറന്നു വെക്കാനുള്ളതാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അല്ലാഹു പറയുന്നുണ്ട്, ആരെങ്കിലും നമ്മിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ഒരുപാട് വഴികൾ ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. വമൻ യത്തഖില്ലാഹു യജ്അൽ ലഹു മഖ്റജ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമകാലിക ലോകത്ത് വഴിയടഞ്ഞിട്ടില്ല. ആര് നമ്മുടെ വഴിയടച്ചാലും നമുക്ക് ഒരുപാട് വഴികൾ തുറക്കാനുള്ള, ഒരുപാട് സുബുലുകൾ തുറക്കാനുള്ള, ഒരുപാട് മഖ്റജ് തുറക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള ഒരാൾക്കും വെല്ലുവിളിക്കാൻ കഴിയാത്ത ഇസ്സത്തുറ്റ വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ. അതിൻ്റെ ആശയാർത്ഥങ്ങളെ നമ്മുടെ മനസ്സിൽ കരുപ്പിടിപ്പിച്ചെടുത്തുകൊണ്ട് സമകാലിക വെല്ലുവിളികളെ അതിജീവിക്കുന്നിടത്ത് ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാനും ആത്മവിശ്വാസം കൊടുക്കാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് കഴിയണം. നമ്മളല്ലേ അത് ചെയ്യേണ്ടത്, നമ്മളല്ലേ അത് നിർവഹിക്കേണ്ടത്.
നമ്മളല്ലേ അതിന് സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. എന്ത് തിരക്കാൻ നമ്മളതിനെക്കുറിച്ച് പറയുക. ഒരു ലോകൻ ജാഹിലിയത്തിൻ്റെ മലവെള്ളപ്പാച്ചിലിൽ അന്താളിച്ചു നിൽക്കുമ്പോൾ നോക്കുകുത്തികളായി നിൽക്കാൻ എന്തിനാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്? നോക്കുകുത്തികളുടെ റോളല്ല, സക്രിയമായ ഇടപെടലിൻ്റെ റോളാണ്. ആ ഇടപെടലിൻ്റെ ആധാരം വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും, മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅ്ബുദൂനനി വലാ തുശ്രികൂന ബി ശൈഅ വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കാൻ സന്നദ്ധമാണോ? അമലു സ്വാലിഹാത്ത് നിർവഹിക്കാൻ നിങ്ങൾ സന്നദ്ധമാണോ? എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രാതിനിധ്യം നിർവഹിക്കുന്ന ഒരു ജനതക്ക് ഇവിടെ ഇടമുണ്ടാകും. മാത്രമല്ല, അതുകൊണ്ട് തീർന്നില്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്ന ദീനിന് എല്ലാ അർത്ഥത്തിലും നിലനിർത്താൻ സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും. ഈ രാജ്യത്തിൻ്റെ ഭീതിതമായ സാഹചര്യം മാറി നിർഭയത്വം കളിയാടുന്ന ഒരു സാമൂഹ്യക്രമം പുലരും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖുർആൻ സ്റ്റഡി സെൻ്ററിൻ്റെ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തി ഞാൻ പറയുന്നു, നമ്മൾ ഖുർആനിലേക്ക് മടങ്ങണം. മടങ്ങേണ്ടത് പാരായണം ചെയ്യാനല്ല, പഠിക്കാൻ, ഉൾക്കൊള്ളാൻ, ജീവിതത്തിൽ നെഞ്ചേറ്റാൻ, സമൂഹത്തിന് ജീവിതത്തിലൂടെ ആവിഷ്കരിച്ച് കാണിച്ചു കൊടുക്കാൻ അതിന് നമുക്ക് സാധിക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവാർഡ് നേടിയ സഹോദരിമാരെ അഭിനന്ദിക്കുകയാണ്. വളരെ സുന്ദരമായിട്ടാണ് ഈ പരിപാടിക്ക് ഒരു നല്ല സദസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംഘാടകരെ കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. പുറത്തും അകത്തും നിറഞ്ഞ ഒരു സദസ്സ് സാഗൂതം അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നാഥൻ നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ സുന്ദരമായി ഇത് കേൾക്കാൻ പറ്റുന്ന സൗകര്യം ഇവിടെ ഒരുക്കുന്നിടത്ത്, ഇതിൻ്റെ പിന്നിൽ ഈ ഹാൾ നമുക്ക് അനുവദിക്കുന്നിടത്ത് വലിയൊരു മനസ്സ് കാണിച്ച് നമ്മുടെ പ്രവർത്തകരാണ്. അവരുടെ ഒരു പുതിയ സംവിധാനത്തിൽ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കട്ടെ എന്ന് കാണിച്ച വലിയ മനസ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ബർക്കത്തും റഹ്മത്തും അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകളും ഇവിടെ വരേണ്ടവരുണ്ട്. ബഹുമാന്യനായ മൂസ മൗലവിയെ കുറിച്ച് എന്നോട് പ്രിയപ്പെട്ട സലാം സാഹിബ് പറഞ്ഞു, ഇന്ന് വരണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ കഴിഞ്ഞില്ല. ഫാത്തിമ മൂസ സാഹിബ പറഞ്ഞു, ഞാൻ വരണമെന്ന് വിചാരിച്ചാണ്, പോരാൻ പറ്റുന്ന അവസ്ഥയല്ല. പറയാൻ പറ്റാത്ത ആളുകളുണ്ട്. പുറപ്പെടാൻ തീരുമാനിച്ചിട്ട് പല കാരണങ്ങളാൽ, പല വിഷയങ്ങളാൽ വിഷമിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഇങ്ങോട്ട് മനസ്സ് വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ കേൾക്കാൻ, കാണാൻ, സഹപ്രവർത്തകരുമായി വികാരവും സന്തോഷവും പങ്കുവെക്കാൻ ഇറങ്ങിപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് അവരുടെ രോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ അർത്ഥത്തിൽ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. ഈ ഖുർആൻ സമ്മേളനത്തിൽ പ്രൗഢോജ്വലവും ആശയസമ്പുഷ്ടവുമായ പ്രഭാഷണം നിർവഹിച്ച കേരള അമീർ പി മുജീബ് റഹ്മാൻ സാഹിബിന് എല്ലാവിധ പ്രാർത്ഥനകളും. ചില സുപ്രധാനമായ നിർദ്ദേശങ്ങൾ നൽകാൻ ബഷീർ ഹസൻ നദവി സാഹിബിനെ ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ പരിപാടി മഗ്രിബ് നമസ്കാരത്തിന് വേണ്ടി ഇടവേളയിലേക്ക് പോവുകയാണ്. അടിയന്തരമായി KL 50A